സിപ്പ് ലൈനിൽ കയറാനുള്ള തയ്യാറെടുപ്പിലാണ്. ആദ്യം മോളെ വിടുന്നുണ്ട്. ലൂസാവില്ല അല്ലേ? ഇല്ല ചേട്ടാ, ധൈര്യമായിട്ട് പോവാം. വെറുതെ കിടന്ന് ചാടാം. ഇവിടെ വലിയ മരങ്ങളും കാര്യങ്ങളൊന്നും ഇല്ലാണ്ട് നല്ല പച്ച പുതപ്പിച്ച പോലെ കുന്നുകൾ കണ്ട. അയ്യോ അയ്യോ എന്നെ തള്ളിയിടല്ലേ. നമസ്കാരം, ഞാൻ അഭിജിത്ത് പോലെയോളപ്പിൽ. ഞങ്ങൾ ഇന്നുള്ളത് വാഗമണിലാണ് കേട്ടോ. വാഗമണിൽ അഡ്വഞ്ചർ പാർക്കിലാണ് ഞങ്ങൾ സ്പോട്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇവിടെ വന്നപ്പോഴാണ് ശരിക്കും ഞങ്ങളിവിടെ വന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്ലാസ് ബ്രിഡ്ജ് കാണാൻ വേണ്ടിയിട്ടാണ് വന്നത്. അപ്പോൾ കാണാനും നടക്കലൊക്കെ നടക്കുമല്ലോ, കണ്ടു കഴിഞ്ഞാൽ നടക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഗ്ലാസ് ബ്രിഡ്ജ് കാണാനും അതിൽ കൂടെ പോകാനൊക്കെ വേണ്ടിയിട്ടാണ് വന്നത്. അപ്പോഴാണ് അറിഞ്ഞത് നമ്മുടെ ഉരുൾപൊട്ടലും കാര്യങ്ങളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ഗ്ലാസ് ബ്രിഡ്ജ് ഇവിടെ ഓപ്പൺ ആക്കിയിട്ടില്ല എന്നുള്ളത്. അപ്പോൾ ഇനിയിപ്പോൾ എന്നാ ഓപ്പൺ ആക്കുക എന്താ കാര്യങ്ങളെന്ന് നമുക്കറിയില്ല. കുറച്ച് വിഷമത്തിലാണ്. എന്നാലും കുഴപ്പമില്ല, നമുക്ക് ഒരുപാട് മറ്റ് ഗെയിമുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ. അതുമാത്രമല്ല, കുറേ ഗെയിമുകൾ ഇവിടെ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി വർക്കും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. കംപ്ലീറ്റ് ഫങ്ഷനിങ് ആയിട്ടില്ല എന്ന് തോന്നുന്നുണ്ട്. എന്താ കണ്ട, ഇവിടെ വന്നിട്ട് ഇത്രയും ഗെയിമുകളുണ്ട്. ഇവിടുത്തെ ബങ്കി ഡ്രോപ്ലിംഗ്, റോക്കറ്റ് എജക്ടർ, ഗെയിൻസിങ്, അങ്ങനെ ഒരുപാട് ഗെയിമുകളുണ്ട് കേട്ടോ. പക്ഷേ ഇതിൽ പകുതി ഗെയിമുകളൊന്നും ഇവിടെ വർക്കിംഗ് അല്ല. അതാണ് പ്രശ്നം. നമ്മൾ ഒരുപാട് പ്രതീക്ഷിച്ചിട്ടാണ് വന്നത്. നമ്മുടെ കൂടെ വന്നവർ കുറച്ച് പേര് ആകെ ക്ഷീണിച്ച് അവശ നിലയായിട്ട് ഇത് ഇരിക്കുന്നുണ്ട് കേട്ടോ. ഇവിടെ കണ്ട വെയിറ്റിങ്ങിൽ എല്ലാവരും കട്ട വെയിറ്റിങ്ങില്ല, നടക്കാൻ വയ്യ, നടന്ന് ആകെ തോറ്റു. അപ്പോൾ ഞങ്ങളിവിടെ സിപ്പ് ലൈൻ ട്രൈ ചെയ്യാൻ വന്നതാണ്. സിപ്പ് ലൈൻ ആണ് ഇവിടെ ഫസ്റ്റത്തെ ഒരു അഡ്വഞ്ചർ ഗെയിമായിട്ട് നമുക്ക് കാണാൻ പറ്റുന്ന സിപ്പ് ലൈനാണ് കേട്ടോ. സിപ്പ് ലൈനിൽ വന്നിട്ട് ഇവിടെ ഗ്ലാസ് ബ്രിഡ്ജ് 250 റുപ്പീസൊക്കെ പറയുന്നുണ്ട്. പക്ഷേ ഗ്ലാസ് ബ്രിഡ്ജ് ഓപ്പൺ അല്ല. സിപ്പ് ലൈൻ വന്നിട്ട് 350 റുപ്പീസാണ്. നമ്മളിത് ഇവിടെയാണ് സേഫ്റ്റി ബെൽറ്റും ഹെൽമെറ്റും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ ഇവിടെ നിന്ന് വന്ന് നേരെ ഇവിടെ സ്പോട്ടിൽ ഈ കാണുന്ന ഒരു ഹട്ടിൻ്റെ മുകളിൽ കയറി നിന്നിട്ടാണ് സിപ്പ് ലൈൻ നമുക്ക് ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യണത്. ഇപ്പോൾ ആൾക്കാർ പൊക്കോണ്ടിരിക്കുന്നുണ്ട് കണ്ടോ. സിപ്പ് ലൈനിൽ കയറാനുള്ള തയ്യാറെടുപ്പിലാണ്. ആദ്യം മോളെ വിടുന്നുണ്ട്, അത് കഴിഞ്ഞിട്ട് ഞാൻ പോകുന്നുണ്ട്. ഇതിൽ ഫുൾ സേഫ്റ്റി സെറ്റപ്പാട്ടോ. ഹെൽമെറ്റ് ഉണ്ട്, ബെൽറ്റൊക്കെ, ഹുക്കൊക്കെ നല്ല സ്ട്രോങ് ആണ്. ഒരു കുഴപ്പമില്ല, അടിപൊളിയാണ്. വിശ്വസിച്ച് കയറാം. ലൂസാവില്ല അല്ലേ? ഇല്ല ചേട്ടാ, ധൈര്യമായിട്ട് പോവാം. ലൂസാവില്ല, ധൈര്യമായിട്ട് പോവാം. പിടിച്ചോ, അങ്ങോട്ട് ചെല്ലേ. ബാ. അപ്പോൾ അത് ഞങ്ങൾ രണ്ടുപേരുണ്ട്. സിപ്പ് ലൈനിൽ ട്രയലാണ്. ലൈഫിൽ ഫസ്റ്റ് ടൈമുള്ള എക്സ്പീരിയൻസ് ആണ്. നമ്മുടെ വാഗമണിൽ വന്നിട്ട് അഡ്വഞ്ചർ പാർക്കിലാണ് ഈ സംഭവം ഉള്ളത് കേട്ടോ. സംഭവമൊക്കെ നല്ല അടിപൊളി സീനറിയും കാര്യങ്ങളാണ് കേട്ടോ. നമുക്ക് ഇവിടുന്ന് കാണുമ്പോൾ നല്ല വ്യൂ പോയിൻ്റൊക്കെയാണ്. ഇവൺ ഒരാൾ അവിടെ എത്തിയതിന് ശേഷം കഴിഞ്ഞിട്ട് അവിടുന്ന് വാക്കി ടോക്കിൽ സിഗ്നലിൽ വന്നതിന് ശേഷം ഇവർ അടുത്ത ആൾ വിടണുള്ളൂ കേട്ടോ. അപ്പോൾ അടുത്ത് മോളാണ്. മോള് വന്നിട്ട് വെയിറ്റിങ്ങിലാണ്. ചേട്ടാ നല്ല ആൻഡ്രോക്ക് പിടിക്കാൻ പാടില്ല. ഹോൾഡ് ചെയ്യണമെങ്കിൽ ഇവിടെ ഹോൾഡ് ചെയ്യാം. ഹോൾഡ് ചെയ്യണം നിർബന്ധമില്ല. കയ്യിൽ പോകാം. അതിൻ്റെ എത്തുമ്പോൾ ചെറിയൊരു ജർക്കിങ് ഉണ്ടായിരിക്കും. അത് യൂസ് ചെയ്യുമ്പോൾ നല്ല ടൈറ്റ്ലി ഹോൾഡ് ചെയ്തോ. ഓക്കെ, അടിപൊളി. മോളെ വിട്ടിട്ടുണ്ട്. മോള് അവിടെ എത്തി, സ്പോട്ടിൽ എത്തി കഴിഞ്ഞ ആള്. പവർ ഇരുന്നോട്ടെ. അങ്ങോട്ട് വെച്ച് അടുത്ത് സൂപ്പർ, അടിപൊളിയായിട്ട് കേട്ടോ. നല്ല സീനറിയാണ് കൊടുക്കുന്നത്. വാവ്, കണ്ടോ? അടിപൊളി. എന്തൊക്കെ സെറ്റപ്പ് എന്നാ. ഓ, നമുക്കിവിടെ പുഴയും കാര്യങ്ങളൊക്കെ കാണാം. നമ്മളിത് സ്പോട്ടിലെത്തി. വാ, ഐഡിയാണ് സഹിക്കാൻ പറ്റാത്തത്. അങ്ങനെ നമ്മൾ സിപ്പ് ലൈനിലൊക്കെ പോയിട്ട് അടിപൊളിയായിട്ട് എൻജോയ് ചെയ്തു കേട്ടോ. അതായത് വാഗമണിൽ വന്നു കഴിഞ്ഞാൽ അഡ്വഞ്ചർ പാർക്കിൽ സിപ്പ് ലൈൻ മിസ് ചെയ്യരുത്. ഒരു പ്രത്യേക ലൈഫ് എക്സ്പീരിയൻസ് തന്നെയാണ് അത്. ഞാൻ എന്തായാലും ലൈഫിൽ ആദ്യമായിട്ടാണ് ഇതിൽ കയറണത് കേട്ടോ. അതായത് ഭയങ്കര സംഭവം തന്നെയായിരുന്നു. ഭയങ്കര സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയുക, അവിടെ എത്തണ വരെ നമ്മൾ വേറൊരു ലോകത്താണ്. അങ്ങനത്തെ ഒരു ഫീലാണ് നമുക്ക് വരുന്നത്. ഇതിൻ്റെ മേളിൽ കയറി നമ്മൾ താഴെ ഇറങ്ങണ വരെ വേറൊരു ലോകത്തേക്ക് പോണ ഒരു ഫീലാണ്. നമുക്ക് ആകെ ഒരു ചെറിയൊരു ടെൻഷൻ അടിച്ച് നമ്മൾ ഈ സാധനത്തിൽ ലൈനിൽ പോയിട്ട് ഏറ്റവും എൻഡിലെത്തുമ്പോൾ സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് അവരൊരു എന്താ പറയുക, ഒരു ഗാർഡുമ്പോൾ കൊണ്ടുപോയിട്ട് ഇടിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു സംഭവമാണ് നമുക്ക് എപ്പോഴും എന്താ പറയുക ഒരു വല്ലാത്ത ടെൻഷനാക്കണത്. ഇടിക്കുമ്പോൾ എന്ന് പറഞ്ഞാൽ ഭയങ്കര ജർക്കിങ്ങും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ അത് മാത്രം നമുക്കൊരു പേടി, ചെറുതായിട്ടൊരു ഭയം നമുക്കുള്ളിൽ ഫീൽ ചെയ്യും. അതുവരെ നമുക്ക് സ്റ്റാർട്ടിങ്ങിൽ ഒന്ന് വിടുമ്പോൾ നമ്മുടെ ഉള്ളൊന്നും ആളൂട്ടാ. എന്നാലും നമുക്ക് അത്രയൊന്നും
ഒന്നും നമുക്ക് എന്താ സേഫ്റ്റി പ്രോബ്ലം ഒന്നും നമുക്ക് ഫീൽ ചെയ്യുന്നില്ല. അവിടെ ചെന്നിട്ട് ഇടിക്കുമ്പോഴത്തെ ഒരു ഫീല് മാത്രമാണ് നമുക്കൊരു ഭയമായിട്ട് തോന്നുന്നത്. ബാക്കി എല്ലാ കാര്യങ്ങളും വളരെ സേഫ്റ്റി ആയിട്ട് എന്താ പറയുക, അതിൻ്റെ റോപ്പും കാര്യങ്ങളായിക്കോട്ടെ, ഹുക്ക്, അതുപോലെ ഹെൽമെറ്റ് സേഫ്റ്റി, എല്ലാ സേഫ്റ്റി പ്രിക്കോഷൻസ് നോക്കിയിട്ടാണ് അവർ നമ്മളിതിൽ കയറ്റി വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇതൊരു ട്രൈ ചെയ്യേണ്ട ഒരു എക്സ്പീരിയൻസ് തന്നെയാണ്. എന്തായാലും നമ്മൾ മിസ് ചെയ്തിട്ടില്ല. ബാക്കി കുറേ കാര്യങ്ങളുണ്ട്, കുറേ ഒന്നും വർക്കിംഗ് ഇല്ല, എന്താ സംഭവം എന്നറിയില്ല. എനിക്ക് തോന്നുന്നത് ചിലപ്പോൾ മെയിൻ്റനൻസ് ആയിരിക്കാം. അപ്പോൾ ആരോട് ചോദിച്ചിട്ട് അവർ കൃത്യമായിട്ടൊന്നും പറയുന്നില്ല. അതിൻ്റെ ഒരു ബുദ്ധിമുട്ടുകളുണ്ട്. പിന്നെ എന്താ പറയുക, ഇതിലേക്ക് കയറാൻ ഒരു ടിക്കറ്റ്, പിന്നെ ഇതിൽ കയറി കഴിഞ്ഞിട്ട് ഓരോ ആക്ടിവിറ്റീസിന് വേറെ വേറെ ടിക്കറ്റ്, അതൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ നോക്കിയിട്ട് ആൾക്കാർ പൈസ കയ്യിലുള്ള പോലെ സ്പെൻഡ് ചെയ്യാവുന്നതാണ്. അത്യാവശ്യം കിശ കാലിയാക്കാവുന്ന എല്ലാ മാർഗ്ഗങ്ങളും നമുക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ കിട്ടും. അതുമാത്രമല്ല നല്ലൊരു എൻജോയ്മെൻറ്റും കൂടിയാണ്. അപ്പോൾ സിപ്പ് ലൈനിൽ ഇപ്പോൾ ഒരു പ്രോബ്ലം എന്താണെന്നുണ്ടെങ്കിൽ, നമുക്ക് സിപ്പ് ലൈനിൽ ഇവിടുന്ന് പോയാലും റിട്ടേൺ നമുക്ക് ബൈ വാക്ക് വരണം. വാഹന സൗകര്യമൊക്കെ ഉണ്ടായിരുന്നു എന്നാണ് പറയണത്. പക്ഷേ ഇപ്പോൾ വന്നിട്ട് വാഹന സൗകര്യം കാര്യങ്ങളൊന്നുമില്ല. അതുപോലെ കുട്ടികൾക്ക് കളിക്കാൻ വേണ്ടി ഇത് റേസിംഗ് കാറുകൾ, അങ്ങനത്തെ ചെറു ചെറു സംഭവങ്ങൾ, ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇതും നല്ല രസമാണ്. ചെറിയ ബോട്ടിങ് കാര്യങ്ങളൊക്കെ കുട്ടികൾക്ക് വേണ്ടിയുള്ള ഒരു സെക്ഷൻ ഇവിടെ സെപ്പറേറ്റ് ആയിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ഗ്ലാസ് ബ്രിഡ്ജ് കേട്ടോ. ഗ്ലാസ് ബ്രിഡ്ജ് എത്തിയിട്ടുണ്ട്. അതായത് ആ കാണാനാണ് ഗ്ലാസ് ബ്രിഡ്ജ്. അതായത് ഇപ്പോൾ അവിടേക്ക് എൻട്രി ഇല്ല. സേഫ്റ്റി പ്രിക്കോഷൻ്റെ ഭാഗമായിട്ട് ആ ഉരുൾപൊട്ടലും കാര്യങ്ങളൊക്കെ വന്നതിൻ്റെ പേരിൽ ഇപ്പോൾ എൻട്രി സ്റ്റോപ്പ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ അതാണ് ഗ്ലാസ് ബ്രിഡ്ജ്. നമുക്ക് അങ്ങോട്ട് അടുത്തേക്ക് പോകാൻ പറ്റില്ല, ഇവിടെ നിന്ന് ദൂരെ നിന്ന് കാണാനേ പറ്റുള്ളൂ. ഇതാണ് ഗ്ലാസ് ബ്രിഡ്ജ് എന്ന് പറയുന്ന സംഭവം. അടുത്തേക്ക് പോകാൻ പറ്റും നോക്കണം. അടുത്തേക്ക് പോകാൻ പറ്റുന്നുണ്ടെങ്കിൽ ഞങ്ങൾ അവിടെ പോയി ഫുൾ വ്യൂ കാണിച്ചു തരാം. ഇവിടെ ഇനി ഫ്രീ ഫാളും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മളതിലൊന്നും കയറുന്നില്ല. കണ്ട അടുത്ത ആളെ സംഭവം സെറ്റ് ചെയ്യുന്നുണ്ട്. ഇതെനിക്ക് വേണം ഇത് ഫുൾ ടൈറ്റ് ചെയ്തിട്ട് വിടാമെന്നുണ്ട്. അത് നേരെ മേളിൽ പോയിട്ട് ജമ്പ് ചെയ്ത് തിരിച്ചടിക്കും. ആണ് സംഭവം എന്നുകൊണ്ട് കേട്ടോ. എന്തായാലും കാണാം. അതേ പോയി നല്ല ഹൈറ്റിലാണ് കയറിയത് കേട്ടോ. നല്ല ഹൈറ്റ് കയറി 2-3 പ്രാവശ്യം കിടന്ന് ചാടി തിരിഞ്ഞിട്ടാണ് ആൾ താഴെ വന്ന് നിൽക്കുക. വെറുതെ കിടന്ന് ചാടാം. റോക്കറ്റ് ജെക്ടറാണിത്. നല്ല സൂപ്പറായിട്ട് ഇതിൽ എന്താ പറയുക, കാണാൻ നല്ല രസമുണ്ട്. എല്ലാം സേഫ്റ്റിയൊക്കെ നല്ല സ്ട്രോങ്ങും കാര്യങ്ങളാണ്. ഇതിൻ്റെ കുളത്തും കാര്യങ്ങളൊക്കെ നല്ല സ്ട്രോങ് ആണ്. നല്ല സൂപ്പറായിട്ടാണ് എല്ലാം ചെയ്തിരിക്കുന്നത് കേട്ടോ. ഇനി നമ്മൾ അടുത്തൊരു വ്യൂ പോയിൻ്റ് ഒന്ന് കാണാൻ വേണ്ടിയിട്ട് മേളിലേക്ക് കയറി പോവാണ്. ഫുള്ള് ഇത് ഇരുമ്പോണ്ട് ഉണ്ടാക്കിക്കുന്ന കൂടാരാണ്. ഫുൾ സ്റ്റെയർ കേസ് ഫുള്ള് സെറ്റ് ചെയ്തിട്ട് ആകെ താഴേക്ക് അതേ തുരുമ്പ് പിടിച്ച് ആകെ നാശാവാറായി. ഇത് സൈഡിലൊക്കെ തൊട്ട് കഴിഞ്ഞാൽ കണ്ട സെപ്റ്റിക് ആവാനുള്ള ചാൻസൊക്കെ ഉണ്ട്. എന്നാലും കുഴപ്പമൊന്നുമില്ല, സൈഡിലും തൊടാണ്ട് നമുക്ക് മെല്ലെ മെല്ലെ കയറി പോവാം. ഒരുപാട് ആൾക്കാരാണ് ഇന്ന് വന്നിട്ടുള്ളത്. അതായത് ഇപ്പോൾ ഓണം വെക്കേഷൻ ഇനി 2 ദിവസം കൂടിയേ ഉള്ളൂ. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടൊക്കെ ആയിരിക്കാം. ഇവിടെ സ്കൈ സൈക്ലിംഗ് ഉണ്ട്. അപ്പോൾ അതിൻ്റെ സ്പോട്ടാണ് ഈ കാണുന്നത്. 2 സൈക്കിളാണ് ഇവർ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇത്രയും ദൂരം നമുക്ക് ചവിട്ടി പോകേണ്ടി വരും. എല്ലാം 300, 250, 300 ആ റേഞ്ചിലാണ് എല്ലാ ടിക്കറ്റുകളും. ഇപ്പോൾ എനിക്ക് തോന്നുന്ന റോക്കറ്റ് ജെക്ടർ വന്നിട്ട് 300 രൂപയാണ്. അപ്പോൾ ഓരോന്നിനും ഓരോ ചാർജാണ്. അപ്പോൾ കുറച്ചുകൂടെ മേളിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് ഗ്ലാസ് ബ്രിഡ്ജ് അവിടെ നിന്ന് നല്ലപോലെ കാണാൻ പറ്റും. അപ്പോൾ ഗ്ലാസ് ബ്രിഡ്ജ് ഒന്ന് കാണിച്ചു തരാം. കണ്ട ആ സ്കൈ സൈക്കിളിൻ്റെ പോണണ്ട നല്ല രസമായിട്ടുണ്ട്. കണ്ട ഏകദേശം ഒരു 1/2 കിലോമീറ്റർ ഉണ്ടെന്ന് തോന്നുന്നു. അത്രയും ദൂരത്തിലാണ് നമുക്ക് ചവിട്ടിയും പോകേണ്ടത്. എനിക്ക് തോന്നുന്നത് ഇതിലേക്ക് സൈക്കിൾ കൊളുത്തിട്ട് വിട്ടേക്കാണ്. ചെറുതായിട്ടൊന്ന് റൊട്ടേഷൻ കൊടുത്തു കഴിഞ്ഞാൽ സുഖമായിട്ട് പോകുമെന്ന് തോന്നുന്നു. അതിൻ്റെ താഴത്തെ വ്യൂ കണ്ട നമ്മുടെ വ്യൂ പോയിന്റിൽ നിന്ന് അല്ലേ. ഇതാണ് നമ്മൾ പറഞ്ഞ ഗ്ലാസ് ബ്രിഡ്ജ്. ഈ സംഭവത്തിൽ കയറാൻ വേണ്ടിയിട്ടാണ് മെയിനായിട്ട് നമ്മൾ ഇന്നിവിടെ വന്നിട്ട്. വലിയൊരു നഷ്ടബോധമുണ്ട്. എന്താ കാരണം വെച്ചാൽ വളരെയധികം പ്രതീക്ഷകൾ വെച്ചിട്ടാണ് നമ്മളിതിൽ വന്നത്. പക്ഷേ ഇന്ന് എന്തോ ഗ്ലാസ് ബ്രിഡ്ജ് ഓപ്പൺ ആക്കിയിട്ടില്ല. കാരണം ഒരു എന്താ പറഞ്ഞതെന്ന് വെച്ചാൽ ഇപ്പോൾ ഉരുൾപൊട്ടൽ വന്നതിൻ്റെ പേരിൽ സേഫ്റ്റിയുടെ ഭാഗമായിട്ട് താൽക്കാലികമായിട്ട് ക്ലോസ് ചെയ്തിരിക്കുകയാണ് പറയുന്നത്. ഒരു പ്രത്യേക വൈബിന് എനിക്ക് തോന്നുന്നു അതിൻ്റെ മേളിൽ കയറി നിന്നിട്ട് ആ ഗ്ലാസ്സിൽ കൂടെ താഴെ നോക്കുമ്പോഴാണ് നമ്മുടെ കിളി പോവുക. അതാണ് അതിൻ്റെ ഒരു മെയിൻ വ്യൂ എന്ന് പറയുന്നത്. അപ്പോൾ അത് മാത്രമല്ല ഇവിടുന്ന് നമുക്ക് വേറെ നല്ലൊരു വ്യൂ കൂടെ കാണാം. ഫുള്ള് മഞ്ഞ് പോന്നിട്ടുള്ള ഒരു സീനാണ്. നമുക്ക് സത്യം പറഞ്ഞാൽ ഒന്നും കാണാനില്ല. ഫുള്ള് മഞ്ഞും കാര്യങ്ങളാണ്. എന്തിട്ടാ ലുക്ക് നമുക്ക് കണ്ട എത്ര നോക്കി എന്നാലും നമുക്ക് മതിയാവില്ല. അത്രയും നല്ലൊരു സ്പോട്ടാണത്. വലിയ മരങ്ങളും കാര്യങ്ങളൊന്നും ഇല്ലാണ്ട് നല്ല പച്ച പുതപ്പിച്ച പോലെ കുന്നുകൾ കണ്ട. അതാണ് ഇവിടുത്തെ നല്ലൊരു വേറൊരു വ്യൂ എന്ന് പറയുന്നത്. താരതമ്യം നമുക്കൊരു ആസ്വാദകരമായൊരു വ്യൂ തന്നെ നമുക്ക് ഇവിടുന്ന് കാണുന്നുണ്ട് വ്യൂ പോയിന്റുകളിൽ നിന്ന്. അതിപ്പോൾ അതായാലും നമുക്ക് കണ്ട് ആസ്വദിച്ച് വാഗമൺ ട്രിപ്പ് ഒരു എൻജോയ്മെൻറ്റിലേക്ക് എത്തിക്കാവുന്നേ ഉള്ളൂ. എനിവേ എന്തായാലും ഗ്ലാസ് ബ്രിഡ്ജ് കാണാൻ വന്നിട്ട് അത് കാണാൻ പറ്റാത്തൊരു വിഷമം മാത്രമേ ഉള്ളൂ. എന്നാലും നമ്മുടെ വാഗമൺ നല്ല സൂപ്പറാണ്. നമുക്ക് ഒട്ടും എന്താ പറയുക ബോറിങ്ങോ കാര്യങ്ങളൊന്നും ഇല്ല. ഞങ്ങളിപ്പോൾ ഏകദേശം 2-3 hours ഇവിടെ സ്പെൻഡ് ചെയ്യുന്നു. കണ്ടോ ഇത് വന്നിട്ട് ഇവിടെ ഫ്രീ ഫോളിൻ്റെ സ്പോട്ടാണ്.
അതും വർക്കിംഗ് ഇല്ല എന്നുണ്ട്, താഴത്തേക്ക് വീഴണ ഒരു സംഭവം, അതും സ്റ്റോപ്പ് ചെയ്തിരിക്കുകയാണ്. ഇവിടെ നമുക്ക് വാഗമൺ എക്സ്പ്രസ് കിടക്കുന്നുണ്ട്. അതായത് ഇവിടെ ലോക്കൽ റൂട്ടുകളിൽ നമുക്ക് സഞ്ചരിക്കണമെങ്കിൽ ഈ ട്രെയിൻ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. അതിനെത്ര ചാർജ് കാര്യങ്ങളൊന്നും ഇതിന് എത്രയാട്ടോ ചാർജ് എത്രയാണ്? 150. എത്ര നേരം? 1 person 150. कितना टाइम? 1 kilometer up down. 1 kilometer up down. ഹാഫ് ആൻ അവർ? ഒരു ഹാഫ് ആൻ അവർ ഇതിൽ ചുറ്റാവുന്നതാണ്. 150 രൂപയാണ് ഒരാൾക്ക്. 1 കിലോമീറ്ററാണ് പറയുന്നത്. 1 കിലോമീറ്ററിൽ അപ്പ് ആൻഡ് ഡൗൺ ആണ് പറയുന്നത്. അങ്ങനെ ഇവിടുത്തെ അഡ്വഞ്ചർ പാർക്കിലത്തെ സംഭവങ്ങൾ കഴിഞ്ഞു. ഇനി അടുത്തത് ഏതടി? പൈൻ ട്രീയുടെ ഉള്ളിലേക്കാണ് പോണത്. പൈൻ ട്രീ പറഞ്ഞു കഴിഞ്ഞാൽ കാറ്റാടി മരങ്ങൾ, ഒരുപാട് കാറ്റാടി മരങ്ങളുടെ ഉള്ളിൽ കൂടെ പോണ ഒരു സംഭവം. ഇനി അതാണ് നമ്മൾ ചെല്ലണം കേട്ടോ. അങ്ങനെ അതെ ഞങ്ങൾ അടുത്ത വ്യൂ പോയിൻ്റായ പൈൻ മരങ്ങളുടെ ചോട്ടിലെത്തിയിട്ടുണ്ട്. നല്ല അടിപൊളി വ്യൂ ആണ് ഇവിടെ ഉള്ളത്. ഇതിനൊന്നും ആദ്യം ഇവിടെ ടിക്കറ്റും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ 10 രൂപ വെച്ച് ഒരാൾക്ക് ടിക്കറ്റ് എടുക്കുന്നുണ്ട്. അഡൽട്ടിന് 10ഉം ചിൽഡ്രൻസിന് 5ഉം. അപ്പോൾ ആദ്യമൊക്കെ ഇവിടെ ടിക്കറ്റും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നു. ഇപ്പോൾ ടൂറിസ്റ്റ് പ്ലേസ് ജനങ്ങളുടെ തിരക്ക് കണ്ട എന്തോരോ ആൾക്കാരെ വന്നു പോകണമെന്നറിയോ. ഇവിടെ ഇഷ്ടം പോലെ ആൾക്കാരാണ് കേട്ടോ. നമ്മുടെ ഓണം വെക്കേഷനും കൂടിയാണ്, അതുകൊണ്ടും കൂടി ആയിരിക്കും ഇത്രയും ആൾക്കാർ. ഇവിടെ താഴെയൊക്കെ പൈൻ മരങ്ങളുടെ ഇലകൾ കൊഴിഞ്ഞ് ഉണങ്ങി നല്ല എന്താ പറയുക മാറ്റ് വിരിച്ച പോലെയാണ് ഇവിടെ കിടക്കുന്നത് കേട്ടോ. എനിക്ക് തോന്നുന്നു സ്കിഡ് ചെയ്യാന്നുകൊണ്ട് ഇത് സ്ലിപ്പായി കഴിഞ്ഞാൽ നേരെ താഴത്തേക്ക് എത്തും. അപ്പോൾ ഇത് കണ്ട ഈ ഒരു ടോപ്പ് വ്യൂ ഉണ്ട് പൈൻ മരങ്ങളുടെ. അതിൻ്റെ ഉള്ളിൽ കൂടെ സൂര്യകിരണങ്ങളൊക്കെ വരുന്നുണ്ട്. അത്രയും നല്ല മനോഹരമായ കാഴ്ച. താഴത്തും മുകളിലൊക്കെ ആയിട്ട് നിരവധി ആൾക്കാരാട്ടോ. വയസ്സായവരും കുട്ടികളും പെണ്ണുങ്ങളൊന്നും വേണ്ട, എല്ലാവരും തന്നെ വളരെയധികം എൻജോയ് ചെയ്യുക. അതായത് നമുക്കിവിടെ ആ കാഴ്ചയ്ക്കും കൂടുതൽ നമുക്ക് ഇവിടെ വന്നിരുന്ന് റിലാക്സ് ചെയ്ത് പോകാമെന്നുള്ളൊരു മെയിൻ കാര്യമാണ് ഇവിടെ ഉള്ളത്. ചില മരങ്ങളൊക്കെ ഇവിടെ മുറിച്ചിട്ടുണ്ട്. ഒതുങ്ങിയ സ്ഥലം എന്ന് പറഞ്ഞിട്ട് ആരും ഇല്ലാണ്ട് ഒരു സൈലൻ്റ് ഏരിയയിൽ ഇത് പോയി ഇരിക്കാനൊന്നും പറ്റില്ല കേട്ടോ. ഇവിടെ മുക്കിലും മൂലയിലൊക്കെ ആൾക്കാരാണ്. നല്ല അടിപൊളി വ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ രസം കാണാൻ. ഇതാണ് ശരിക്കും വാഗമണിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. ഈ പൈൻമര തോട്ടം തന്നെയാണ്. ഇതൊക്കെ ഒരുപാട് വർഷങ്ങളായിട്ട് ഞാൻ ചെറുപ്പത്തിൽ വരുമ്പോൾ തന്നെ അതൊക്കെ ഇങ്ങനെ ഇവിടെ തന്നെ ഉണ്ടായിരുന്നു ഫുള്ളായിട്ട് പന വീണാനെ. നമ്മൾ ഇപ്പോൾ ഏറ്റവും ടോപ്പിലെത്തിയിട്ടുണ്ട് കേട്ടോ. ഏറ്റവും ടോപ്പിലാണ് കണ്ട. ഇവിടെ ഒന്നും മരങ്ങളില്ല. ഇവിടെ നിന്ന് അങ്ങോട്ട് കാട് പോലെയാണ് കണ്ട. ഏറ്റവും ടോപ്പിൽ വരെ എത്തിയിട്ടുണ്ട്. നമുക്ക് മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ ഇവിടെ സ്ഥലം കണ്ട ഈ പൈൻ മരങ്ങളുടെ എല്ലൊക്കെ വീണ് കിടന്നിട്ട് ഫുള്ളും സ്കിഡിയായിട്ടൊക്കെ കിടക്കണം. അപ്പോൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ നേരെ ഇതാ താഴ്ത്ത് വരെ എത്താട്ടോ. അപ്പോൾ അത്രയും ഡേഞ്ചർ സ്പോട്ടാണ്. പക്ഷെ എന്നാലും കുട്ടികളായാലും എല്ലാവരും വളരെ സിമ്പിളായിട്ട് നടന്ന് കയറി വരുന്നുണ്ട് കണ്ട. ക്ഷീണിച്ചെന്നുണ്ട്. എന്തേ ക്ഷീണിച്ചാ വാവ് ഏണ്ട് അടിപൊളിയല്ലേ? സൂപ്പറല്ലേ? അയ്യോ എന്നെ തള്ളിയിടല്ലേ? ദുരന്തങ്ങൾ. പിന്നെ പിള്ളേരെല്ലാം കൂടെ തള്ളി മറിച്ചിട്ടാണ് കേട്ടോ. വീണു അടിപൊളിയായി. ഇങ്ങനെ വേണം. അതെ ഇവിടെ വീണ് കഴിഞ്ഞാൽ നേരെ താഴെ തുട്ടാ. നിറയെ എനിക്ക് തോന്നുന്നു പൈൻമരങ്ങളെക്കാളും കൂടുതൽ ആൾക്കാരാണ് ഇവിടെ കാണാനുള്ളത്. എന്തായാലും ഒരു കാര്യം അടിപൊളിയായിട്ടുണ്ട്. എല്ലാവരുടെ കയ്യിലും മൊബൈലുണ്ട്. അങ്ങോട്ട് ആർക്കും ഒളിച്ചിരിക്കാൻ പറ്റില്ല. അങ്ങോട്ട് ഇങ്ങോട്ടൊക്കെ പിടിച്ചോളും കണ്ട. പിള്ളേരൊക്കെ അടിപൊളിയായിട്ട് എൻജോയ് ചെയ്യാണ്. ഹായ് കണ്ട അടിപൊളി. പിള്ളേർക്ക് കുട്ടികൾക്കാണ് ഇതിൽ ഏറ്റവും എന്താ പറയുക രസകരമായത് കേട്ടോ. പൈൻമരങ്ങളുടെ ഉള്ളിലേക്ക് വന്നത് എന്ന് വെച്ചാൽ വെതറും അതുപോലെ തന്നെയുണ്ട്. നല്ല തണുപ്പും കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ലൊരു പറഞ്ഞോ. ആണോ? എന്തിനാ കുത്തിക്കൊണ്ട് പോകാൻ, വീഴാണ്ടിരിക്കാൻ. നല്ല ബുദ്ധിയാട്ടാ. എന്താ ഇവിടെ വ്ളോഗാണെന്നുണ്ട് രണ്ടുപേര്. വ്ളോഗേഴ്സാണോ? അതെ. അപ്പോൾ ഈ വീഡിയോ നമ്മളിവിടെ സ്റ്റോപ്പ് ചെയ്യാണ്. ഇനി ഇപ്പോൾ ഏകദേശം ഒരു 3:30-4 മണിയുടെ അടുത്ത ഈവനിങ്. അപ്പം നമ്മളിനി നേരെ തിരിച്ചു പോകാനുള്ള പരിപാടിയാണ്. 5 hours ജേണി ഉണ്ട് നമുക്ക് റിട്ടേൺ. അപ്പോൾ ഇനിയിപ്പോൾ അധികം സ്ഥലങ്ങളിലൊന്നും പോകാൻ ഉദ്ദേശിക്കുന്നില്ല. നേരെ തിരിച്ച് വീട്ടിലേക്ക് തന്നെയാണ്. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ അടുത്തൊരു വീഡിയോ വരുന്നവരെ ബൈ.